വശീകരണം എന്നത് മനുഷ്യൻ ഈ ഭൂമിയിൽ ഉടലെടുത്ത കാലം മുതൽ ആരംഭിച്ചു എന്ന് പറയാം. സ്ത്രീ പുരുഷ ആകർഷണം അടുത്ത തലമുറയുടെ ജനനത്തിന് തന്നെ കാരണമാകുന്നു. എന്താണ് ആകർഷണം അല്ലെങ്കിൽ വശീകരണം? ആകർഷിക്കുവാനും ആകർഷിക്കപ്പെടുവാനും ആഗ്രഹിക്കാത്തതായി ഏതു മനസ്സുകളാണുള്ളത്? വസ്ത്രങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളുമൊക്കെ അതിന് നിമിത്തമാകുന്നു എന്ന് കാണാം. പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും വശീകരിക്കുന്നത് നിരന്തരം നടക്കുന്നു. അത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും എന്ന് മാത്രം. സ്ത്രൈണ സൗന്ദര്യത്തിൻ്റെ മായാവലയത്തിൽ കുടുങ്ങിപ്പോയ എത്രയെത്ര മഹാരഥന്മാർ പുരാണ ഇതിഹാസങ്ങളിലും നാട്ടുകഥകളിലുമൊക്കെ നിരവധി കണ്ടെത്തുവാൻ കഴിയും. വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സിളക്കിയ മേനകയുടെ കഥ എത്ര പ്രസിദ്ധമാണ്. ഒരു മഹർഷിയുടെ ഹൃദയത്തിൽ പോലും പ്രണയത്തിൻ്റെയും ആസക്തിയുടെയും വിത്തുകൾ വിതച്ച മേനക. വിശ്വാമിത്രൻ മേനകയുടെ അനുപമ സൗന്ദര്യത്തിന് മുന്നിൽ പതറിപ്പോയ കഥയ്ക്ക് എത്ര അർത്ഥങ്ങളാണുള്ളത്. പിന്നെ സാധാരണ മനുഷ്യരുടെ കഥ പറയുവാനുണ്ടോ?